തദ്ദേശം 2025 പുതിയ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയാണ്. കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ. പക്ഷേ കക്ഷി നില നോക്കുന്ന സമയത്ത് LDFും BJPയും തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്ന ഒരു നഗരസഭയാണ്. കഴിഞ്ഞ നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒറ്റ സീറ്റിൻ്റെ പിറകിലാണ് BJP നിൽക്കുന്നത്. കഴിഞ്ഞ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ BJP സീറ്റ് വിഹിതം വർദ്ധിപ്പിച്ച് ഇപ്പോൾ ശക്തിയായ പോരാട്ടം. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടുകൂടിയാണ് ഇത്തവണ കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് കേരളം ഉറ്റുനോക്കുന്നത്. നോക്കാം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വിശേഷങ്ങൾ. സ്വാഗതം തദ്ദേശം 2025ലേക്ക്. കൊടുങ്ങല്ലൂർ നഗരസഭയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കാലങ്ങളായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന് കൊണ്ട് തന്നെ LDFിൻ്റെ കോട്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ വലിയ ഭീഷണിയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നേരിടുന്നത്. UDF അങ്ങനെ ചിത്രത്തിലില്ലാത്ത ഒരു മണ്ഡലം, ഒരു നഗരസഭ കൂടിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ. എന്താണ് അവിടുത്തെ ഒരു സ്റ്റാറ്റസ്? ഇതിലൊരു കൗതുകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം BJPക്ക് സാധ്യത കൽപ്പിക്കുന്ന നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ നിലനിർത്തും എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൗതുകം ജനിപ്പിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൊടുങ്ങല്ലൂരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. രണ്ട് കാരണമുണ്ട്. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സാലിം നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDFന് 22 സീറ്റും BJPക്ക് 21 സീറ്റും. ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അവിടെ LDF ഭരിച്ചത്. UDFന് ആകെ കോൺഗ്രസിന് കിട്ടിയ ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJP ജയിച്ചിരുന്നു. അവിടെ BJP അവകാശപ്പെടുന്ന പോലെ അവർക്ക് ഭരണം പിടിക്കാൻ പറ്റുമോ? ഭരണം പിടിക്കുകയാണെങ്കിൽ തന്നെ അവർ വലിയ നേട്ടം കൈവരിച്ചുകൊണ്ടാണോ ഭരണം പിടിക്കുക? ഇങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ നിൽക്കുന്നു. രണ്ടാമതൊരു പോസിബിലിറ്റി, ഈ ടാലിയിൽ നിന്ന് തന്നെ BJP താഴേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തൃശ്ശൂർ നേടിയ വിജയത്തിൻ്റെ ആ വിജയം BJPയുടെ ഒരു ഓർഗാനിക്കായിട്ടുള്ള വളർച്ചയുടെ ഭാഗമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ സാധ്യതയും അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകകരമായിട്ടുള്ളൊരു മത്സരമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാലിം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ 2015 ഒരു ക്രമാനുഗതമായിട്ട് BJP അവരുടെ സീറ്റ് വർദ്ധിപ്പിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ 2015 16 സീറ്റായിരുന്നു, അത് 2020 ആയപ്പോൾ 22 സീറ്റായി, 21. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ അവർ ഭരണം പിടിക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു പ്രതീക്ഷ. അതേസമയം അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് നമ്മൾ അവിടെയുള്ള ആളുകളോട്ടൊക്കെ സംസാരിക്കുമ്പോൾ അത്ര എളുപ്പമല്ല BJPക്ക് ഇത്തവണ എന്നാണ് അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ മണ്ഡലത്തെ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമില്ലാതെ ആ മണ്ഡലത്തെ കാണുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് BJPക്ക് അത്ര എളുപ്പമല്ല. ചിലപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്ന് വരെ പറയുന്ന ആളുകൾ. അല്ല, BJP ഭരണം പിടിക്കുമോ എന്നുള്ളൊരു ആശങ്കയുടെ പുറത്താണല്ലോ കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് നമ്മൾ എല്ലാവരും നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJP ഭരണം പിടിക്കും. 35 സീറ്റാണ് അവർ അവകാശവാദം ഈ വർഷം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ? ഒന്ന്, നമ്മൾ ഒബ്വിയസ്ലി തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അവിടെയുണ്ട്. വേറെ എന്തൊക്കെ ഘടകങ്ങളാണ്? വേറെ എന്തൊക്കെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ BJP ഭരണം പിടിക്കുമോ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല കൊടുങ്ങല്ലൂർ നഗരസഭ ശ്രദ്ധേയമാകുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. BJPക്ക് ഇപ്പോൾ കിട്ടുന്ന സീറ്റുകളിനേക്കാൾ കുറയാനുള്ളൊരു ചാൻസ് കൊണ്ടുകൂടിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ശ്രദ്ധേയമാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 ടേമിലും പോസിബിലിറ്റി അവിടെയുണ്ട്. ഈ ഒരു വളർച്ചയിലേക്ക് അവരെത്തുന്നത് വളരെ സൂക്ഷ്മമായ പ്രവർത്തനത്തിലൂടെയാണ് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല അത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസിനെ BJP സംഘപരിവാർ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരൽ, പിന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പേരിൽ, പല പേരുകളിലുള്ള സന്നദ്ധ സംഘടനകൾ ഈ കാലയളവിനിടയിൽ കൊടുങ്ങല്ലൂർ ഈ BJPയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ BJP അനുഭാവികളോ ആയിട്ടുള്ള ആളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്, ഇതുവഴി ആളുകളുമാക്കി ഉണ്ടാക്കുന്ന ബന്ധങ്ങളുണ്ട്, അതുവഴി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസിലൂടെയാണ് BJP സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നേട്ടത്തിലേക്ക് അവിടെ എത്തുന്നത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട്. അപ്പോൾ ഇതൊരു ചെറിയ എന്താ പറയുക വളരെ പെട്ടെന്നുണ്ടാക്കിയ ഒരു വളർച്ച അല്ല സത്യത്തിൽ പറഞ്ഞാൽ BJPക്ക്.
ബി ജെ പിക്ക് വളരാൻ പറ്റിയൊരു മണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ആ മണ്ണ് ഉപയോഗിക്കാൻ പാകത്തിന്, അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ വളർച്ചയ്ക്ക് പറ്റിയൊരു മണ്ണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ എന്നുള്ള നിലയ്ക്കുള്ള ഒരു 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 എന്താ പറയുക അനുഭാവം ഉണ്ടല്ലോ, മതാചാരങ്ങളോടുള്ളൊരു അനുഭാവമുണ്ട്. ആ അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഞാൻ പറയുന്നത്, ഈ ഒരു അന്തരീക്ഷം അതിനെ അവരുടെ വർഗീയ അജണ്ടയുമായി ബന്ധിപ്പിക്കുകയും അതിലൂടെ വളരുകയും അതിനൊപ്പം ഈ പറയുന്ന വിധത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളത്, അതിപ്പോൾ ചികിത്സാ സഹായമായാലും മറ്റു തരത്തിലുള്ള സഹായങ്ങളായാലും ഇങ്ങനെയുള്ള പല പല പ്രവർത്തനങ്ങൾ, അത് പ്രത്യക്ഷത്തിൽ അത് നോക്കുമ്പോൾ ഇത് ബി ജെ പി ബന്ധമുള്ളൊരു സംഘടനയാണ് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവില്ല. അത് കുറേ കഴിയുമ്പോഴായിരിക്കും ആളുകൾക്ക് മനസ്സിലാവും. അപ്പോഴത്തേക്കും ഈ പ്രവർത്തനങ്ങളുമായിട്ട് ആളുകൾ വളരെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു ടാക്ടിക്സാണ് ബി ജെ പി കൊടുങ്ങല്ലൂർ ഉപയോഗിച്ചത്. അതിൻ്റെ വളർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടരുന്നുണ്ടോ എന്നുള്ള ഒരു കാരണം. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടായ വിജയം, അതിലേക്ക് കൊടുങ്ങല്ലൂർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം, ഇത് രണ്ടിനും മറുപടി കിട്ടും. ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം 24 സീറ്റായിരുന്നു 2015, അത് 22 കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു തൊട്ടടുത്ത് ഭീഷണി, ബി ജെ പിയുടെ ഭീഷണി നിലനിൽക്കെ അത് ഭരണം നിലനിർത്താനുള്ള എൽ ഡി എഫിൻ്റെ ടാക്ടിക്സുകൾ അതെന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എൽ ഡി എഫിൻ്റെ ടാക്സ് ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ എൽ ഡി എഫിൻ്റെ ഭരണം, ഒരുപാട് പ്രശ്നങ്ങൾ ആ നഗരസഭയിൽ ഈ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഇൻ ദ സെൻസ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഭരണത്തിനെതിരെ അങ്ങനെ വലിയ തോതിലുള്ള വിമർശനങ്ങളോ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിന് കാരണമാകുന്ന പ്രശ്നങ്ങളോ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ആ നഗരസഭാ ഭരണകൂടത്തിന്, എൽ ഡി എഫിൻ്റെ ഭരണകൂടത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. പിന്നെ ഈ ഭീഷണി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറേ കൂടെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രവർത്തനം എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. കോൺഗ്രസും യു ഡി എഫും കാലേ കൂട്ടി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് ഒരു സീറ്റിലേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 4-5 സീറ്റേ ഉള്ളൂ കോൺഗ്രസ്, 4 സീറ്റ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സീറ്റിലേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ പ്രാദേശിക തലത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതേക്കുറിച്ച് ഗൗരവത്തിൽ പഠിച്ചിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പിന്തള്ളപ്പെട്ടത് എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ചില ഭാഗങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ട് പോയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ വോട്ട്, എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡുകൾ ബി ജെ പി ജയിക്കുകയും യു ഡി എഫിൻ്റെ, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം. അതായത് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമല്ല, കൊടുങ്ങല്ലൂർ കോൺഗ്രസിൻ്റെയും ഇടതിൻ്റെയും വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില പ്രവർത്തികളെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഇത്തവണ എടുത്ത സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അവർക്ക് ജയിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉള്ള മണ്ഡലങ്ങളിൽ അവർ സീരിയസ് ആയിട്ട് മത്സരിക്കുകയും ബാക്കി മണ്ഡലങ്ങളിൽ അത്രത്തോളം സ്ഥാനാർത്ഥികളുണ്ട്, പക്ഷേ എങ്കിൽ പോലും വേണ്ടി വന്നാൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ പാകത്തിനുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകാം എന്നുള്ളൊരു ഒരു 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 ചിന്താപദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ എൽ ഡി എഫും ഈ ത്രെട്ടിനെ സീരിയസ് ആയി കാണുന്നുണ്ട്. ഇപ്പുറത്ത് യു ഡി എഫും ഈ ത്രെട്ടിനെ, കോൺഗ്രസും ഈ ത്രെട്ടിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. കോൺഗ്രസ് ഇത് സീരിയസ് ആയിട്ട് കാണാനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊടുങ്ങല്ലൂർ മണ്ഡലം, നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ 2 ടേമായിട്ട് സി പി ഐ ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനു മുമ്പും സി പി ഐ അവിടെ ജയിച്ചിട്ടുണ്ട്. നേരത്തെ മാളയായിരുന്നു, അപ്പോൾ സി പി ഐ ജയിച്ചിട്ടുണ്ട്. പക്ഷേ മാള കോൺഗ്രസും പല കുറി ജയിച്ചിട്ടില്ല. കരുണാകരൻ നിരന്തരം ജയിച്ച മണ്ഡലമാണ്. അത് കഴിഞ്ഞ് ടി എൻ പ്രതാപൻ അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് അത്യാവശ്യം വേരുള്ളൊരു നിയമസഭാ സീറ്റാണ് ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബെറ്റർ പെർഫോമൻസ് നഗരസഭാ വാർഡുകളിൽ കാഴ്ചവെക്കുക എന്നുള്ളത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലെ മത്സരം കണക്കാക്കുമ്പോൾ കോൺഗ്രസ്സിന് പ്രധാനമാണ്. അപ്പോൾ അതുകൂടെ മുന്നിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് അവരുടെ സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫും എന്താ പറയുക കുറച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൊടുങ്ങല്ലൂർ ഇറങ്ങിയിരിക്കുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വന്നത്, അതായത് കോൺഗ്രസ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ഒരു സീറ്റേ നിലവിലുള്ളൂ. ബി ജെ പി ഭരണത്തിലേറാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് യു ഡി എഫിനും ആവശ്യമാണ്. പക്ഷേ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ അതും കൂടി മുന്നിൽ കാണണം. അപ്പോൾ യു ഡി എഫ് അവർ ഒരു നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരു യു ഡി എഫ് വക്താവ് പറയുന്നത് കേട്ടത്,
14 സീറ്റുകളിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു. അവിടെ ഞങ്ങൾ നല്ല മത്സരം കാഴ്ചവെക്കും. മറ്റുള്ള സീറ്റുകളിൽ നിർണായക ശക്തിയാകും എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്തായിരിക്കും? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം അടുത്ത് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കോംപ്രമൈസിന് പോകാൻ അത് അവർക്ക് തന്നെ ഭീഷണിയാവാനുള്ള ചെയ്യുക. അല്ല, കോംപ്രമൈസിന് പോകുക എന്നുള്ളതിനേക്കാൾ ഉപരി ജയിക്കാവുന്ന പരമാവധി സീറ്റുകൾ ജയിച്ചാൽ തന്നെ കോൺഗ്രസിന് ഇതൊരു മൊറൽ ബൂസ്റ്റർ ആയിരിക്കും. കാരണം ആകെ ഒരു വാർഡേ ഇപ്പോൾ നിലവിലുള്ളൂ. അവരുടെ കണക്കനുസരിച്ച് 2 സീറ്റുകളാണ് അവർ മുസ്ലിം ലീഗിന് നഗരസഭയിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി വാർഡുകളിലൊക്കെ കോൺഗ്രസ് മത്സരിക്കുന്നു. പിന്നെ ഘടകകക്ഷികൾ 1-2 സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ അവർ 14 സീറ്റ് എന്ന് പറയുന്നു. പക്ഷേ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വാർഡാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ 10 വാർഡിൽ UDFന് ജയിക്കാൻ സാധിച്ചാൽ തന്നെ അവർക്ക് വലിയ ബൂസ്റ്ററാണ്. കാരണം ഒരു വാർഡിൽ ജയിച്ച കോൺഗ്രസ് 5 വർഷം കഴിയുമ്പോൾ 10 വാർഡിൽ ജയിക്കാനുള്ള സ്ട്രെങ്ത്തിലേക്ക് എത്തി എന്ന് അവർക്ക് പറയാൻ സാധിക്കും. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എലിമെൻറ്റാണ്. അത് വെച്ചിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇത്രയും ലക്ഷ്യമിടുന്നു, ബാക്കി ഞങ്ങൾ നിർണായക ശക്തിയാവും എന്ന് പറയുന്നതിൻ്റെ കാര്യം. നിർണായക ശക്തി എന്ന് പറഞ്ഞാൽ BJPയെ തോൽപ്പിക്കാൻ പാകത്തിലുള്ളൊരു നിർണായക ശക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് ഈ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് CPM പ്രവർത്തകരെ സംബന്ധിച്ച് BJP അവിടെ ഒരു വലിയ ത്രെട്ടായി അവിടെ മുമ്പിലുണ്ട്. അത് ഒരു പൊളിറ്റിക്കൽ ത്രെട്ട് മാത്രമല്ല, അവരുടെ നിലനിൽപ്പിനുള്ള ത്രെട്ടായിട്ട് തന്നെ കാണണം. പല നിലയ്ക്ക് അവിടുത്തെ വ്യാപാരം, മറ്റ് ബിസിനസ്സുകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഈ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിച്ചത് വഴി ഉണ്ടായ ചില പ്രശ്നങ്ങൾ അവിടെ വളർന്നു വരുന്നുണ്ട്. ഇത് ഈ 2 പാർട്ടികളും ഇടതുപക്ഷവും UDFും മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അവർ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നമ്മളെ ഏത് സ്ഥലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും വിമതന്മാരെ കുറിച്ച് പറയാതെ പോകാറില്ല. കൊടുങ്ങല്ലൂരിൽ പക്ഷെ അങ്ങനെ ഒരു പരസ്യമായ വിമത ശല്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുന്നണികൾക്കിടയിലെ ഒരു ഭിന്നതയെക്കുറിച്ച് വല്ലാതെ ചർച്ചകൾ കേൾക്കുന്നില്ല. എന്താണ് അത് ആ ഒരു ഘടകം? അല്ല, അതിൽ ഇപ്പം സാധാരണ നിലയ്ക്ക് ഇപ്പോൾ വിമതന്മാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കുക UDFിലെ വിമതന്മാരെ കുറിച്ചായിരിക്കും. കോൺഗ്രസിനോ UDFിനോ ഇപ്പോൾ കൊടുങ്ങല്ലൂർ അങ്ങനെ വലിയ വിമത ശല്യമില്ല. ആകെ ഒരു വാർഡിലോ മറ്റോ ആണ് ലീഗ് മത്സരിക്കുന്ന ഒരു വാർഡിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിമതനായി മത്സരിക്കുന്നത്. അയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അയാളെ പ്രാദേശികമായി തന്നെ അവിടുത്തെ പ്രവർത്തകർ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് അവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ആ ഒരു വാർഡിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ ആളുകൾക്കൊന്നും അങ്ങനെ പ്രത്യക്ഷത്തിൽ വിമതരില്ല. LDFനെ സംബന്ധിച്ചില്ല. പക്ഷെ BJPയെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിലില്ല എന്നുള്ളതേ ഉള്ളൂ. BJPയുടെ ഉള്ളിലുള്ള ഗ്രൂപ്പിസം വലിയ ശക്തമായി തന്നെ അവിടെ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുൻകാലത്ത് CPIയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് ഇപ്പോൾ BJPയുടെ കൊടുങ്ങല്ലൂർ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ പേര് ശ്രീകുമാർ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളുമാണ് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മത്സരിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപം BJPക്കുള്ളിൽ നിന്നുണ്ട്. അപ്പോൾ അതിനൊരു BJPയുടെ തന്നെ ഒരു പ്രവർത്തകൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുനിന്നുള്ള ആളുകളെ വരെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുന്നുണ്ട്. പിന്നെ ജനറൽ വാർഡുകളിൽ വനിതകളെ മത്സരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. BJPയെ ജയിപ്പിക്കാനാണോ അതോ സ്വയം, അതായത് ഞങ്ങളുടെ ഗ്രൂപ്പ് ജയിപ്പിക്കാനാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് BJPയുടെ ഒരു പ്രവർത്തകൻ സംസാരിച്ചപ്പോൾ. അപ്പോൾ ഈ നിലയ്ക്കുള്ള ഒരു അതൃപ്തി BJPയുടെ ഉള്ളിൽ അവിടെ ഉണ്ട്. അത് BJPക്ക് സ്ട്രെങ്ത്തുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഇത്തരം ഒരു എന്താ പറയുക അധികാര കേന്ദ്രം രൂപപ്പെട്ടു വരികയും അതിനെതിരെ അതൃപ്തി ഉണ്ടാവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ പാലക്കാട് നമ്മൾ കാണുന്നുണ്ട്, കൊടുങ്ങല്ലൂർ കാണുന്നുണ്ട്, അതുപോലെ തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്, എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം BJP അവിടെ വലിയ തോതിൽ അഭിമുഖീകരിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ. അപ്പോൾ പ്രത്യക്ഷത്തിൽ വിമതരൊന്നുമില്ല, പക്ഷേ ഉള്ളിലെ അതൃപ്തി ഒരു പക്ഷേ BJPക്ക് വിനയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ LDFിൽ നോക്കുകയാണെങ്കിൽ CPIയും CPIഎമ്മും ഏകദേശം തുല്യ ശക്തികളാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ. ഇരു പാർട്ടികൾക്കും 10ൽ കൂടുതൽ സീറ്റുകളുണ്ട് നിലവിൽ. കൊടുങ്ങല്ലൂരിൻ്റെ ഒരു കഥ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ BJPയിലേക്ക് കൂടുമാറിയവരും എല്ലാം ഒരു CPI പാർട്ടിയിൽ നിന്ന് വിട്ട് ഇപ്പോൾ ഈ 2 ആഴ്ച മുമ്പ് വരെ അങ്ങനെ അത്തരത്തിലൊരു വാർത്ത വരികയുണ്ടായിരുന്നു. പാർട്ടി പ്രാഥമിക അംഗത്വം ഒഴിവാക്കിയ ഒരാളുടെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ വിമതശല്യം കാണുന്നില്ലെങ്കിലും
കൊടുങ്ങല്ലൂരിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സ്വഭാവം എടുത്ത് നോക്കുമ്പോൾ BJPയെ വളർത്തുന്നതിൽ ഇത്തരം ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കും? അതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ ദീർഘകാലം CPIക്ക് CPMനേക്കാൾ മേൽക്കൈയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ മാളയിൽ കെ കരുണാകരൻ മത്സരിച്ച കഥ പറഞ്ഞല്ലോ. അപ്പോൾ കെ കരുണാകരൻ മത്സരിക്കുമ്പോൾ പല കുറി കെ കരുണാകരനെതിരെ മത്സരിച്ചത് VK രാജൻ എന്ന് പറഞ്ഞ CPIയുടെ തൃശ്ശൂരിലെയും ഒരുപക്ഷെ സംസ്ഥാനത്തെയും തന്നെ വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന VK രാജനാണ്. ഇപ്പോൾ VK രാജനാണ് അവിടുത്തെ രാഷ്ട്രീയം CPI രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. VK രാജൻ്റെ മകനാണ് കൊടുങ്ങല്ലൂരിലെ MLA VR സുനിൽകുമാർ എന്ന് പറയുന്നത്. പക്ഷേ VK രാജൻ മരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന കുറേ ആളുകൾ CPI വിട്ട് BJPയിലേക്ക് പോവുകയും ചെയ്യുന്നതോടെയാണ് BJP അവിടെ പതുക്കെ സ്വാധീനം ഉറപ്പിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റീസിലേക്കൊക്കെ അവർ പോവുകയും കൂടുതൽ ജനപിന്തുണ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ പോലും ഈ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് പോലും ഈ CPIയുടെ അംഗങ്ങളെ CPIക്ക് ഉറപ്പിച്ച് നിർത്താൻ, പാർട്ടിയിൽ ഉറപ്പിച്ച് നിർത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് CPIയുടെ മുനിസിപ്പൽ കൗൺസിലറടക്കമുള്ള ആളുകൾ അപ്പുറത്തേക്ക് BJPയിലേക്ക് പോകുന്നു. മുനിസിപ്പൽ കൗൺസിലർ മാത്രമല്ല, അവിടുത്തെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള കുറേ ആളുകളും BJPയിലേക്ക് പോകുന്ന കാഴ്ചയുണ്ട്. നമ്മൾ പൊതുവിൽ ഈ CPI ഇങ്ങനെ വളരെ പ്രത്യയശാസ്ത്ര നിബദ്ധമായൊരു പാർട്ടിയായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. ഭയങ്കര ഐഡിയോളജിക്കലി ഇതായിട്ടാണ്. ഇപ്പം ഈ അടുത്ത് PM ശ്രീയൊക്കെ വന്നപ്പോൾ മുമ്പോട്ട് വയ്ക്കപ്പെട്ടത് ഭയങ്കര ഐഡിയോളജിയുള്ള ഇതിലിങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് പൊതുവിൽ ചിത്രീകരിക്കപ്പെട്ടത്. കൊടുങ്ങല്ലൂരത്തെ സിറ്റുവേഷൻ നേരെ തിരിച്ച. അവിടെ CPIയിലുള്ള ആളുകളുടെ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ഇപ്പുറത്ത് BJP ആയിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കൊല്ലത്ത് കണ്ടു കഴിഞ്ഞാൽ CPIയിലുള്ള ആളുകൾ പോയത് CPMയിലേക്കാണ്, കുട്ടനാട്ടിൽ CPMയിലുള്ള ആളുകൾ പോയത് CPIയിലേക്കാണ്. ഇവിടെ കൊടുങ്ങല്ലൂർ പക്ഷേ CPIയിലുള്ള ആളുകൾ പോകുന്നത് നേരെ BJPയിലേക്കാണ്. ഒരു തരത്തിലുള്ള പ്രയാസവും ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര പ്രശ്നവും അവർക്ക് അവിടെ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ വളർച്ചയ്ക്ക് കൊടുങ്ങല്ലൂർ CPI കൊടുത്ത എന്താ പറയുക ഒരു പിന്തുണ, ഔദ്യോഗിക പിന്തുണ എന്നല്ല ഞാൻ പറയുന്നത്, CPIയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു കോൺട്രിബ്യൂഷൻ അത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ മുന്നണിക്കകത്തും അതൊരു പ്രശ്നമാണ്. കാരണം CPMനെ സംബന്ധിച്ച് CPM സാലിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് തുല്യശക്തികളായി തന്നെ എപ്പോഴും മത്സരിക്കുന്നത്. CPM ഏതോ 1-2 സീറ്റുകൾ അധികം മത്സരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. CPIക്ക് ഇപ്പോഴും നല്ല പ്രാതിനിധ്യമുണ്ട് കൗൺസിലിൽ. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഈ മത്സരിപ്പിക്കുന്ന ആളുകളൊക്കെ ഇനി വിശ്വസിക്കാൻ പറ്റുമോ എന്ന തോന്നൽ CPMലുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. റൈറ്റ്. ഏതായാലും ശക്തമായ പോരാട്ടമാണ്. പക്ഷേ LDF തങ്ങളുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളും UDF നിലമെച്ചപ്പെടുത്തുന്നതോടൊപ്പം നിർണായക ശക്തിയാവാനുള്ള ശ്രമങ്ങൾ കൂടി നൽകുകയാണെങ്കിൽ BJP വലിയ ഭീഷണിയല്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFന് ഭരണം നിലനിർത്താമെന്ന് എനിക്ക് കരുതാം അല്ലേ എന്നാണ് അവിടെ എന്താ പറയുക പൊതുവിൽ അവിടെ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈവൻ കോൺഗ്രസ്സുകാരോട് സംസാരിക്കുമ്പോൾ പോലും അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ നില മെച്ചപ്പെടുത്തും പക്ഷേ LDF ഭരണം തുടരും എന്നാണ് അവർ പറയുന്ന ഒരു കാരണം. അതിന് ഒരു ഫാക്ടർ കൂടിയുണ്ട്. ഇപ്പോൾ ലീഗ് 2 വാർഡിൽ മത്സരിക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് സാമാന്യം ഭേദപ്പെട്ട വോട്ടർ പോപ്പുലേഷനുള്ള പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്നുണ്ട്, ഈ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വോട്ടും ഈ ഘട്ടത്തിൽ നിർണായകമാവും. സാധാരണഗതിക്ക് അത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. പുതിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അവർ LDFന് വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ല BJPക്ക് എന്താ പറയുക 22-ൽ നിന്ന് ഈ പറയുന്ന 35-ലേക്ക് കുതിച്ചാടി ഭരണം പിടിക്കുക എന്നുള്ളത് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാവുമെന്ന് തോന്നുന്നില്ല. റൈറ്റ്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. LDF കാലങ്ങളായി ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്ന നഗരസഭയാണ്. പക്ഷേ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി BJP വലിയ എതിരാളിയായി വരുന്നു. അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും 1 സീറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP അവിടെ വലിയ ഒരു എതിരാളി തന്നെയാണ്. ഈ വർഷം BJP ഭരണം പിടിച്ചെടുക്കുമോ അതോ BJP ഇങ്ങനെ എതിരാളിയായി കുതിച്ചു വന്ന BJP തളരുമോ എന്നതൊക്കെയാണ് കൊടുങ്ങല്ലൂരിലേക്ക് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. തദ്ദേശം 2025 എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.